മനോഹരമായ ബൊഹീമിയ ക്ലസ്റ്ററായിട്ട് കയറ്റിവിട്ടിരിക്കുന്നത് കണ്ടോ. വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും വെറൈറ്റി അല്ലേ ആവശ്യം. അതുകൊണ്ട് ഇന്നൊരു സുന്ദരമായ ഒരു പ്ലാന്റിനെ കുറിച്ച് സംസാരിക്കാം. സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റ് അല്ല, ലോകമേ തറവാട്. അപ്പം അവിടെയുള്ള പൂക്കളും പുഴുക്കളും എൻ്റെ കൂട്ടുകാരല്ലേ. അപ്പോൾ ആരെവിടെ എതിലേ കടന്നു പോയാലും ഒരു ബൊട്ടാണിസ്റ്റിൻ്റെ കണ്ണും കാതും എല്ലാം പൂക്കളെ കാണുന്നിടത്തേക്ക് തിരിഞ്ഞിരിക്കും. അതൊരു അതിശയോക്തിയല്ല. അതുതന്നെയല്ല, നല്ല സരള ഹൃദയമുള്ളവർക്കും പൂക്കളെ സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ ഒരു സഹോദരനുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് സഹോദരൻ. പുള്ളി എനിക്ക് വാക്കുകൾ കൊണ്ട് പുള്ളിയെ നിർവചിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ് താമസം, ഫാമിലി ഒന്നുമില്ല. ഒരു ഉഗ്രൻ ബുദ്ധിജീവിയാണ്, സിഎക്കാരനാണ്. പക്ഷേ പുള്ളിയുടെ വീടും പുള്ളിയുടെ ആ ഭവനാന്തരീക്ഷവും ഗാർഡനും ഒക്കെ കണ്ടാൽ ഞാനവിടെ അന്താളിച്ച് നിന്ന് പോകും. ഇന്ന് അതുവഴി പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ അവിടെ ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന വീടാണ്, തുറന്നിട്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ എത്ര ജീവികളെയാണെന്നറിയാവോ അവിടെ പോറ്റി പുലർത്തുന്നത്. ഗൂസുണ്ട്, അതുപോലെ തന്നെ ഡോഗ്സ് ഉണ്ട്, ഗാർഡൻ തന്നെ ഉണ്ട്. ഒരു മനോഹാരിത വളർത്താൻ ആ വീട്ടിന്. ഇന്ന് അതിൽ കടന്നു പോയപ്പോൾ വളരെ റെയറായിട്ട് പൂന്തോട്ടങ്ങളിൽ കാണുന്ന ഒരു പ്ലാന്റാണ് ബൊഹീമിയ. ഈ ബൊഹീമിയ കോക്കിയ എന്ന് പറഞ്ഞ, അതായത് വെസ്റ്റേൺ റെഡ് ട്രെയിലിംഗ് പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഒരു ക്ലൈംബറാണ്. പക്ഷേ അതിൻ്റെ പൂക്കളെ കണ്ടാൽ നമ്മളവിടെ നിന്ന് നോക്കിപ്പോവും. അത്ര മനോഹരമാണ്. ഒരു പൂങ്കൊലകളായിട്ടാണിത് പൂക്കളിടുന്നത്. ഇതിൻ്റെ തണ്ട് ഒരു ക്ലൈംബിങ്ങിന് ഉപകരിക്കുന്ന രീതിയിൽ സോഫ്റ്റാണ്, എന്നാൽ ഹാർഡാണ്. നമുക്കതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഒരു അത്യാവശ്യം നീർവാഴ്ചയുള്ള സ്ഥലത്തൊക്കെ നട്ടാൽ പിടിക്കും. ഇത് അത്ര കമ്പ് മുറിച്ച് പിടിപ്പിക്കുക അത്ര ഈസിയല്ല. നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ വളരെ റെയറായിട്ടാണ് ഇത് ഞാൻ പല നഴ്സറികളിലും കണ്ടിട്ടുള്ളതും. അതുപോലെ തന്നെ വീടുകളിൽ വളരെ റെയറായിട്ടാണ് കാണുന്നത്. ഈ അനിയൻ്റെ വീട്ടിൽ അത് പുഷ്പിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഞാൻ ആ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകേണ്ടി വരും. ഒരു റോഡരികിലാണ് വീട്. അപ്പം റോഡിലോട്ട് നിൽക്കുന്നതൊക്കെ ആൾക്കാർ ഓടിച്ചോണ്ട് പോകും. അവർക്കറിയില്ലല്ലോ ഇത് പൂക്കൾ കാണുമ്പോൾ ആകൃഷ്ടത തോന്നി ഓടിച്ചോണ്ട് പോകുക. അത് പിടിക്കില്ല എന്നുള്ളത് പിന്നെയല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ട് റോഡിൻ്റെ സൈഡിലെല്ലാം മുട്ടയായിട്ടാണ് നിൽക്കുന്നത്. വീട്ടിലേക്കുള്ള ഭാഗം എന്നെ സുന്ദരമെന്നറിയാവോ. ഞാൻ ഇറങ്ങി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ബ്രദർ ഓഫീസിൽ പോയായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന എൻ്റെ സ്വന്തം വീടാണ്. അപ്പോൾ ഈ ചെടിയുടെ കാര്യം പറഞ്ഞാൽ ഇത് വർഷത്തിൽ 2 പ്രാവശ്യം പൂക്കും. പൂത്താൽ കുറേ നാളത്തേക്ക് ആ പൂക്കളങ്ങനെ കൊലയായിട്ട് നിൽക്കും. പൂക്കൾ ഒരു ഓറഞ്ച് റെഡ് കളറുള്ളതും ഇച്ചിരൂടെ ഡാർക്ക് റെഡും അങ്ങനെ പല നിറങ്ങൾ ചേർന്ന പൂക്കളാണ്. ഇതൊരു ക്ലൈംബറാണെങ്കിലും അതിനെ നമുക്കുണ്ടല്ലോ ഏതെങ്കിലും രീതിയിലുള്ള ഷേപ്പ് ചെയ്യാൻ വേണ്ടി മരത്തേലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടയേലോ ഒക്കെ കയറ്റിയിട്ട് നല്ല ഷേപ്പിലാക്കാം. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്ന കമ്പുകളൊക്കെ കളഞ്ഞാൽ അത് പെട്ടെന്ന് പുഷ്പിച്ചാൽ കൊലയായിട്ടാണ് പൂക്കൾ. അത് കുറേ നാൾ നിൽക്കുക പൂവ്, ഇച്ചിരി ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ആ ചെടിയെ നമുക്ക് ഇഷ്ടം തോന്നുന്നത്. കാരണം പുഷ്പിച്ച പിറ്റേ ദിവസം ചെമ്പരത്തിപ്പൂ എങ്ങനെയാണ്, ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. ഇന്ന് വിരിഞ്ഞു, അത് അന്നോടെ തീർന്നു. റോസാണെങ്കിലും ഒരു 3-4 ദിവസം നിൽക്കും. ഇതങ്ങനെയല്ല. ഈ പ്ലാന്റ് ഒരു നിത്യവസന്തം പോലെ കുറേ ദിവസത്തേക്ക് നിൽക്കും. ഒരു വർഷത്തിൽ മിക്കവാറും 2 പ്രാവശ്യമൊക്കെ ഇത് പൂവിടും. പിന്നെ കാലാവസ്ഥ വ്യതിയാനം പോലെ ഇരിക്കും. ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ കമ്പൊക്കെ കോതി ഷേപ്പ് ചെയ്ത് നിർത്തുമ്പോഴാണ് അതിന് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ അത് കാണിച്ചു തരാം. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുള്ള ഒരു ഗാർഡൻ പ്ലാന്റ് എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിലങ്ങനെ അധികമില്ലത്. ഇതൊരു ഉഗ്രൻ കയറ്റക്കാരനാണ് എന്ന് പറഞ്ഞൊരു ക്ലൈംബറാണ്. ഒരു 6 അടി വരെ നീളത്തിൽ ഇത് പൊങ്ങി വളരും. അപ്പോൾ അതിന് കയറിപ്പോകാനായിട്ട് എൻ്റെ സഹോദരൻ ഒരു നല്ല ഷേപ്പിൽ അതിനെ കമ്പിയൊക്കെ കെട്ടി വെച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പൂക്കളില്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ലീവ്സാണ്. ഈ കയറിപ്പോകുന്ന തണ്ടിൻ്റെ 2 സൈഡിലിങ്ങനെ ലീവ് വരുന്നതിനാണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ്. 2 സൈഡിലും ഒരേപോലത്തെ ലീഫ് വരുന്നതാണ് ഓപ്പോസിറ്റ്. സാധാരണ സിമ്പിൾ ലീഫാണ്, പ്രത്യേകതകളൊന്നുമില്ല. ഒരു ഓവൽ ഷേപ്പിൽ
അറ്റത്ത് ലീഫ് ടിപ്പ് നീണ്ട് സാധാരണ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ പ്ലാന്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കിട്ടാനുള്ള സാധ്യതകൾ ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കും ഇത് വളർത്താനുള്ള വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എവിടെ എന്ത് സൗന്ദര്യമുള്ളത് കണ്ടാലും നമ്മൾ ആരാധിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഈ പുഷ്പങ്ങളെയും പുഷ്പിക്കുന്ന പ്ലാന്റ്സിനെയും പുഷ്പിക്കാത്ത ലീഫി പ്ലാന്റ്സിനെയും എല്ലാം ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും കരുതുകയും ചെയ്യുന്നയാളാണ്. എനിക്കുള്ളത് ഏത് പ്ലാന്റ് എപ്പോൾ ചോദിച്ചാലും ഞാൻ എല്ലാവർക്കും കൊടുക്കാനും തയ്യാറാണ്. ഇന്ന് എനിക്ക് കുറേ 3-4 പ്രാവശ്യമായിട്ട് ഒത്തിരി വിരുന്നുകാർ വന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും തോട്ടത്തിലെ ഏതെങ്കിലും ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ചെടി അവരിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് ഞാൻ കൊടുത്തു വിടും. ഇന്ന് വന്ന് അവർക്ക് വാടാമുല്ലയായിരുന്നു ആവശ്യം. കാരണം അത് നിറച്ച് വാടാമുല്ലയുടെ പൂക്കളുണ്ടല്ലോ അങ്ങ് സീഡായി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കൊണ്ടുപോയാൽ അത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കേരളം കടന്നു പോവുകയാണല്ലോ എൻ്റെ പൂക്കൾ. അപ്പോൾ എനിക്ക് കൊടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവർക്ക് നിറയെ പറിച്ചു കൊടുത്തു. അതുപോലെ ഹഡ്ജ് ചീര അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടം പോലെയുണ്ട്. എനിക്ക് ഉള്ളത് ധാരാളമായിട്ട് കൊടുക്കാനുള്ളത് എല്ലാവർക്കും തരാം. പക്ഷെ എനിക്ക് കൊണ്ടത് തരാനത് പറ്റത്തില്ല. എന്നെ കാണാനും എന്നോട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കാണേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത് അതുപോലെ ഒരു സുന്ദരം ചെടിയാണ്. അതിൻ്റെ പടം കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ ദൈവം അവസരം തന്നതിന് ദൈവത്തോട് നന്ദി പറയും. ഇതൊന്നും എൻ്റെ കഴിവല്ലല്ലോ. ഞാൻ അതിൽ കടന്നു പോകുന്ന ആ സമയത്ത് ആ പ്ലാന്റ് പുഷ്പിച്ച് അവിടെ നിൽക്കാനും അത് കാണാനും അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. കണ്ടു പരിചയമുണ്ടോ? എന്ത് മനോഹരമായിട്ടാണ് ഇത് പൂത്തു നിൽക്കുന്നത്. ഇത് അങ്ങനെ കമ്പ് വെച്ചാലൊന്നും പിടിപ്പിക്കുന്ന ഒരു ചെടിയല്ല. ബൊഹീമിയ എന്നാണ് ഈ ചെടിയുടെ പേര്. വേണ്ട ഇതിൻ്റെ പൂക്കൾ അടുത്ത് കാണിച്ചു തരാം. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ പൂക്കൾ. ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.